പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ 1-2 ഡോസ് ഒരെണ്ണം സെൽഫ് മെഡിക്കേഷൻ ഓക്കെയാണ്, പക്ഷെ പല പ്രാവശ്യം വേദനയ്ക്ക് അവർ റെഗുലറായിട്ട് എടുക്കും. നമ്മളെ കയ്യിൽ എത്തി വരുമ്പോഴത്തേക്കിന് ലിവർ പ്രോബ്ലമോ അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലം ആയിരിക്കും എത്തുന്നത്. പിന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അതിനെ കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ളതായിരിക്കും ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ചില ഡാമേജ്, ചില കിഡ്നിയിലൊക്കെ വരുന്ന ഡാമേജൊക്കെ ഇറിവേഴ്സിബിൾ ആയിരിക്കും, പിന്നെ നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജോയിൻറ്റ് പെയിൻസോ എന്തെങ്കിലും ഇങ്ങനത്തെ സ്റ്റിഫ്നെസ്സോ ഇങ്ങനത്തെ പ്രോബ്ലംസോ ഉണ്ടെങ്കിൽ ആദ്യം ഒരു എക്സ്പേർട്ട് അഡ്വൈസ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. സെക്കൻഡ്, ചില പ്രാവശ്യം പേഷ്യൻസ് ചെയ്യുന്നത് അവർക്ക് ആദ്യം ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കും വേദനേൻ്റെ സമയത്ത്, ചിലപ്പോൾ ഒരു സ്റ്റിറോയിഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവർക്കത് റിലീഫ് കിട്ടിക്കഴിഞ്ഞാൽ, സ്റ്റിറോയിഡിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വെരി ചീപ്പ് ഡ്രഗ്സ്. അവർ പിന്നെ എന്ത് ചെയ്യും, പേഷ്യൻറ്റ് വിൽ റീയൂസ് ദാറ്റ് പ്രിസ്ക്രിപ്ഷൻ വിച്ച് ക്യാൻ ലീഡ് ടു സ്റ്റിറോയിഡ് അബ്യൂസ്. അപ്പോൾ എന്ത് പറയുന്നത്, അതേ പ്രിസ്ക്രിപ്ഷൻ പിന്നെ വിച്ച് വാസ് നെവർ ഇൻറ്റൻഡഡ് ടു ബി ഇൻ ദ ബിഗിനിങ്. കുറച്ച് നാൾ കൊടുക്കേണ്ടിയ സാധനം പേഷ്യൻസ് മേ ടേക്ക് ഓൺ ഫോർ ഇയേഴ്സ് ടുഗെദർ, ആൻഡ് ദാറ്റ് ഈസ് ദ ടൈം യു സ്റ്റാർട്ട് സീയിങ് കോംപ്ലിക്കേഷൻസ് ഓർ സൈഡ് എഫക്ട്സ് ഓഫ് സ്റ്റിറോയിഡ് യൂസ്. അപ്പം ദാറ്റ് ഷുഡ് ബി അവോയ്ഡഡ്. അപ്പം നമ്മൾ ഈ ഡ്രഗ്സ് എല്ലാം കൊടുക്കുന്നത് ആഫ്റ്റർ കെയർഫുൾ മോണിറ്ററിങ് ഓഫ് ലിവർ ഫങ്ഷൻ, കിഡ്നി ഫങ്ഷൻ, ബ്ലഡ് കൗണ്ട് ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന വെദർ ഇറ്റ് ഇസ് എ പെയിൻ കില്ലർ ഓർ എ സ്റ്റിറോയിഡ്, ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഗിവിങ് സിംറ്റമാറ്റിക് റിലീഫ്, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്താലേ നമുക്ക് അസുഖം ആക്ച്വലി ഒഴിവാക്കി കിട്ടത്തുള്ളൂ.